നാം സമസ്ത കേരള ജംഇയ്യത്തുലമയെ ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്ക് ആവശ്യമില്ല, അവർ SKSFനും ആവശ്യമില്ല. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന് ഉസ്താദുമാരെ, അതിന് സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ SKSFന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കൈവെട്ട് വിവാദം. വാസ്തവത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ കൈവെട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വേറെയും ഒരു വാർത്ത വന്നിരുന്നു. പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ NDF ഭീകരവാദികൾ ഒരു അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ 1-ാം പ്രതി 13 വർഷത്തിന് ശേഷം പിടിയിലായ വാർത്ത വന്ന അതേ ആഴ്ചയിലാണ് മറ്റൊരു കൈവെട്ട് വിവാദം ഉയർന്നു വരുന്നത്. ആ കൈവെട്ട് വിവാദം സമസ്തയുമായി ബന്ധപ്പെട്ട, സമസ്തയുടെ അകത്തുള്ള ഉൾപിരിവുകൾ, അതിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ പിടിവലികൾ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉയർന്ന കൈവെട്ട് ആഹ്വാനം അല്ലെങ്കിൽ കൈവെട്ടും എന്ന മുന്നറിയിപ്പ്, അതിനെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി സമസ്തയുടെ തന്നെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു നേതാവ് ഇദ്ദേഹത്തിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ വേണ്ടി പരാതി കൊടുത്തതൊക്കെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാം. അതിനു മുൻപ് വിവാദമായ ആ ഒരു ആഹ്വാനം അല്ലെങ്കിൽ കൈവെട്ടും ഇപ്പോൾ വിവാദമായിരിക്കുന്ന ആ ഒരു സംഭാഷണ ശകലം നമുക്കൊന്നുകൂടെ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അതേ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ മറ്റൊരു ഭാഗം നിങ്ങൾ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ പ്രസംഗത്തിന്റെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള പ്രസംഗത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു പോയിട്ട് അവസാനം ഈ കൈവെട്ട് പരാമർശം നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കും. അപ്പോൾ ആവേശത്തള്ളലിൽ നമ്മൾ ഈ വാളെടുത്ത് തുള്ളുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള ചില വ്യത്യാസം എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്താർ പന്തല്ലൂരിനെ ഒരു എന്താ പറയുക, ഈ അധ്യാപകന്റെ കൈവെട്ട് കേസിലെ പ്രതികളായ അല്ലെങ്കിൽ അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനോട് തന്നെ ഉപമിക്കാവുന്ന തരത്തിലുള്ള ഒരു ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കാനുള്ള മുസ്ലിം ഉമ്മത്തിനകത്തു നിന്ന് തന്നെയുള്ള ചിലരുടെ ശ്രമങ്ങളെയൊക്കെ നമ്മൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ വിവാദ പ്രസ്താവന ഒന്നുകൂടി കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഞങ്ങൾക്കാരോടും കടപ്പാടില്ല. ഞങ്ങൾക്കാരോടും കടപ്പാടില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കടപ്പാടേ ഉള്ളൂ, അത് സമസ്ത കേരള ജംഇയ്യത്തുലമയോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന് ഉസ്താദുമാരെ, അതിന് സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ SKSFന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. അതെ, ഇതാണ് വിവാദപരമായിട്ടുള്ള പ്രസ്താവനയുടെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന, നമ്മളൊക്കെ പ്രതിഷേധിക്കുന്ന, പ്രതിരോധിക്കുന്ന ആ ഭാഗം. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതം തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിക ആശയ ആദർശത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു ജീവിത പദ്ധതിയാണ്, രാഷ്ട്രീയ നിയമമാണ്, സാമൂഹ്യ വ്യവസ്ഥിതിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഇത്ര വൈകാരികമായ, അതിവൈകാരികമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. പിന്നെ കൈവെട്ടും ഇസ്ലാമും എന്ന് പറഞ്ഞാൽ ഒരു അമ്മ പെറ്റ മക്കളാണ്. ഇവർ തമ്മിൽ ഇണയിപിരിയാത ബന്ധമാണുള്ളത്. ഇസ്ലാം ഇല്ലെങ്കിൽ കൈവെട്ടില്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരർത്ഥത്തിൽ പറയാം. വിശ്വാസികളൊക്കെ ഇസ്ലാമിന്റെ മഹത്വവും ഇസ്ലാമിന്റെ പോരിശയും പറയാൻ വേണ്ടി, മുഹമ്മദ് നബിയുടെ നീതിബോധമൊക്കെ പറയാൻ വേണ്ടി എടുത്തെറിയുന്ന ഒരു ഹദീസ് വാചകം ഉണ്ട്. ആ ഹദീസ് ഇതാണ്: എൻ്റെ മകൾ ഫാത്തിമ കെട്ടാലും അവളുടെ കൈ ഞാൻ വെട്ടും എന്നാണ് മുഹമ്മദ് നബിയുടെ അധ്യാപനം എന്നാണ്. അപ്പൊ മുഹമ്മദ് നബിയുടെ അധ്യാപനം സ്വന്തം മകളുടെ കൈ വെട്ടും എന്ന് പ്രഖ്യാപിച്ച ഒരു മതനേതാവിനെ മാതൃകാ പുരുഷനായിട്ട് വാഴ്ത്തുമ്പോൾ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഉയർത്തി കാണിക്കുന്ന എൻ്റെ മകളുടെ കൈയാണെങ്കിലും ഞാൻ വെട്ടും എന്നാണ്. അപ്പൊ കൈവെട്ടുക എന്ന് പറയുന്നത് ഇസ്ലാമുമായിട്ട് അത്രയും ആത്മബന്ധമുള്ള ഒരു രീതിയാണ്, അതൊരു മനോഭാവം ആണ്. എന്നാൽ ഇതേ മുഹമ്മദിന്റെ കാലത്ത് ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തായിട്ടുള്ള വേറൊരു ഹദീസിൽ പറയുന്നത്, ഒരിക്കൽ മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദ് കൈവെട്ടാൻ ഉത്തരവിട്ടതിന്റെ പ്രകാരം കൈവെട്ടിയ ഒരു സ്ത്രീ ആയിഷയെ വന്ന് കാണുന്നുണ്ട്. ആയിഷ ആ സ്ത്രീ വളരെ ദുഃഖിതയായിരുന്നു. അവർക്ക് ആ ചെയ്തു പോയത് വലിയ തെറ്റും കുറ്റവും ഉണ്ടായിരുന്നു. അതിന് മോഷ്ടിച്ചതിനാണ് കൈവെട്ടിയത്. ആ സ്ത്രീക്ക് വലിയ പശ്ചാത്താപം ഉണ്ടായിരുന്നു. പക്ഷെ പശ്ചാത്താപവും പിന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ, കൈവെട്ടിപ്പോയില്ലേ. അപ്പോൾ അതൊരു കൈവെട്ടിന്റെ കഥയാണ്. വേറെ ഒരു കൈവെട്ട് മാത്രമല്ല, അതും കുറച്ച് കടന്നുപോയി. മുഹമ്മദ് ആശ്രയം കൊടുത്ത ഒരു കൂട്ടം ആളുകൾക്ക്, ഒട്ടകത്തിന്റെ പാലും
മൂത്രവും കുടിച്ച് അസുഖം മാറ്റിക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിനെ കൊടുത്ത ഒരു കൂട്ടം ആളുകൾ മുഹമ്മദിന്റെ ഒട്ടകവുമായിട്ട് കടന്നു കളഞ്ഞു. കറവയുള്ള ഒട്ടകവുമായിട്ട് കടന്നു കളഞ്ഞു. മുഹമ്മദ് ഉത്തരവിട്ടതിന് പ്രകാരം അവരെ കൊണ്ടുവരികയും പിടിച്ചു കൊണ്ടുവരികയും അവരുടെ കൈകളും കാലുകളും ഛേദിച്ചു കളയുകയും അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെടുകയും ചെയ്തു എന്ന് വേറൊരു ഹദീസുണ്ട്. ആ ഹദീസ് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ എടുത്ത് ആഘോഷിക്കൂല. നേരത്തെ മകളുടെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ ആഘോഷിക്കില്ല. അപ്പൊ ഇസ്ലാമിൽ 5 കാര്യങ്ങൾക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. 5 കാര്യങ്ങൾക്കല്ലാതെ കൈവെട്ടില്ല എന്നൊക്കെയുള്ള ചില വായനകൾ ഓർമ്മയിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാരീതിയായിട്ട് ഇസ്ലാമിന്റെ പ്രാകൃത ഗോത്രകാല നിയമസംഹിതയിൽ കൈവെട്ട് ഒരു ശിക്ഷാരീതിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാ കാലത്തേക്കും പ്രയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ചില വിഭാഗം ആളുകൾ ഇപ്പോഴും ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അത് നടപ്പിലാക്കുന്നുണ്ടാവാം. അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ കുറെ കാലം മുൻപ് നമ്മൾ അത്തരം വാർത്തകൾ കേട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഈ അടുത്ത കാലം വരെ കൈവെട്ട് ശിക്ഷ നിലവിലുണ്ടായിരുന്നു. തലവെട്ടും തലവെട്ടുമായിട്ട് അങ്ങനെ അവർ പോയായിരുന്നു. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് പറയാം. ഇസ്ലാമും കൈവെട്ടും എന്ന് പറയുന്നത് വളരെ ഇണപിരിയാത്ത ഒരു 2 സംഭവങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരം പ്രയോഗങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അത് പറയുമ്പോൾ ആർപ്പുവിളി ഉണ്ടാവുക, കൈവെട്ടിയതിനെ കൈവെട്ടുമെന്ന് പറഞ്ഞതിനെ ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു മനോഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് അവിടെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്താറിൻ്റെ കൈവെട്ട് പ്രയോഗം അതൊരു പുത്തിരിയല്ല എന്നും അത് ഇസ്ലാമിൽ പുതുമയല്ല എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ സമസ്ത വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്നതിന് മുൻപ്, അതിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുൻപ്, സത്താർ പന്തല്ലൂർ അതേ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു പ്രഭാഷണം അല്ലെങ്കിൽ മറ്റൊരു ഭാഗം ഒരുപക്ഷെ നിങ്ങൾ ആരും ഇതുവരെ ആ ഭാഗം ആ പ്രസംഗത്തിൽ നിന്ന് ആരും അടർത്തി കേൾപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ടാവില്ലാത്തത് കൊണ്ട് ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കണം. കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ നാട്ടിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായില്ലേ? ആ ക്ലാസ് കേട്ടുകൊണ്ട് കേരളത്തിൽ ഹിജറ പോകുന്ന ആളുകൾ ഉണ്ടായില്ലേ? നിങ്ങൾ ആലോചിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഈ മുന്നറിയിപ്പ് സമുദായത്തിന് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരെല്ലാം തലയിലേറ്റേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് സങ്കുചിത വീക്ഷണമല്ല, ബഹുസ്വരതയ്ക്കെതിരായ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, മുസ്ലിങ്ങളെ വിശ്വാസപരമായി കർമ്മപരമായി ബാധിക്കുന്ന ഈ അപകടകരമായ ആശയങ്ങളെ ഈ സമുദായം അകറ്റി നിർത്തണമെന്ന താല്പര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ, തീരുമാനങ്ങളിലൂടെ ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നത്? ഒരേ പ്രഭാഷണത്തിൽ ഒരേ താളത്തിൽ പറഞ്ഞു തുടങ്ങി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനിടയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി നമ്മൾ ഈ പ്രസംഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലൂടെ ഈ പ്രസംഗം കടന്നു പോകുന്നത്, ഈ പ്രസംഗം വികസിക്കുന്നതിലേക്ക് നമ്മൾ വരാം. കേരളത്തിലെ സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സമസ്ത മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങളൊന്ന് ഓർത്തെടുത്തു പോകാം. അതിലേറ്റവും പ്രധാനമായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അതിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുജാഹിദ് സംഘങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, വഹാബികൾ, ഇപ്പൊ നേരത്തെ സത്താർ പന്തല്ലൂർ പറഞ്ഞതിനകത്തുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾ രംഗം കൈയടക്കുന്നതും അതിന്റെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതും അതിൽ അവകാശവാദം ഉന്നയിക്കുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതിനിടയിൽ മുസ്ലിം വിഭാഗത്തിലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സമസ്ത വിഭാഗത്തിലെ ചില പണ്ഡിതന്മാർ സമസ്തയ്ക്കെതിരായിട്ടുള്ള ചില തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതും സമസ്തയുമായിട്ട് വെല്ലുവിളിയിൽ ഏർപ്പെടുന്നതും സമസ്തയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വാസ്തവത്തിൽ മുസ്ലിം ലീഗ് ആഗോളതലത്തിൽ വഹാബി തീവ്ര സംഘത്തിന്റെ സമാനമായ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരുടെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയാൻ വയ്യ, ഇപ്പോഴാണ് മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്നത് വഹാബിസം എന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ആണ് എന്ന ഒരവസ്ഥ ഉണ്ട്. സമസ്തയില് പ്രധാനമായിട്ട് നമ്മളെ കേരളത്തിൽ നമ്മൾ പൊതുവിൽ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത ധാരകളെ കുറിച്ച് പറയുമ്പോൾ, കേരളത്തിൽ പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എല്ലാവരും സമ്മതിക്കുന്ന കാര്യം, താരതമ്യേന മതനിരപേക്ഷ ചിന്തകളോടും അത്തരം മതസൗഹാർദ്ദ അന്തരീക്ഷത്തോടും പൊരുത്തപ്പെട്ടു പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് EK വിഭാഗം സുന്നികൾ എന്ന് നമുക്ക് പൊതുവിൽ കാണാം. EK വിഭാഗം സുന്നികൾ, അതിൽ എത്ര പേർക്ക് നിങ്ങൾ എന്നോട് യോജിക്കുന്നു എനിക്കറിയില്ല. EK വിഭാഗം സമസ്ത സുന്നികൾ അത് പൊതുവിൽ മുസ്ലിം ലീഗിനോട് ചേർന്ന് പോയിരുന്നു ഒരു കാലഘട്ടം വരെ. കുറച്ചു കാലമായിട്ട്, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അതിനകത്ത് അസ്വസ്ഥതകളുണ്ട്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പിടിവലികളുണ്ട്, അതിന്റെ പ്രശ്നങ്ങളുണ്ട്, ആശയപരമായിട്ടുള്ള അതിന്റെ തർക്കങ്ങൾ അവിടെ നടക്കാറുണ്ട്. അപ്പോഴൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ മുകളിലേക്ക് വഹാബി ഇസ്ലാമിന്റെ ഒരു സ്വാധീനം കടന്നു കയറുന്നതിനെ ഇവർ നോക്കി നിൽക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ സമസ്ത ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം. ഇപ്പൊ കുറച്ചു കാലമായിട്ട് സമസ്തയിൽ വഹാബിസത്തിന്റെ സ്വാധീനം കൂടുതലാണ്. സമസ്തയിൽ മാത്രമല്ല, ഈ മുസ്ലിം ലീഗിൽ മാത്രമല്ല, സമസ്തയുടെ വേഷം കെട്ടി സമസ്തയുടെ പള്ളികളിൽ, സമസ്തയുടെ മിമ്പറുകളിൽ നിന്ന് വഹാബിസം പ്രസംഗിക്കുന്ന തീവ്ര നിലപാടുകാരായിട്ടുള്ള
വഹാബിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ സുന്നി വേഷം കെട്ടിയിട്ട് ഇവർക്കിടയിൽ ജീവിക്കുന്നത്. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ, സത്താർ പന്തല്ലൂരിൻ്റെ പ്രസംഗം തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് വ്യക്തമാവും. അപ്പോൾ സത്താർ പന്തല്ലൂരിൻ്റെ കൈവെട്ട് പരാമർശം ആരെക്കുറിച്ചായിരുന്നു? ആരോടാണത് പറഞ്ഞത്? ആരെക്കുറിച്ചാണത് പറഞ്ഞത്? എന്തുകൊണ്ടാണ് സമസ്തയുടെ തന്നെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അതിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത്? ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവ വികാസമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ പ്രസംഗത്തിലൂടെ 2-3 തവണ സഞ്ചരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ട് പോകാം. എല്ലാ കാലത്തും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഉയർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ മാർഗഭ്രംശം ഉണ്ടാക്കാൻ കാരണമാകുന്ന സംഘടനകളാണെങ്കിലും ആശയങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ അവിടെയെല്ലാം സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം യഥാസമയം ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടും സമസ്ത അല്ലെങ്കിൽ EK വിഭാഗം സമസ്തയുടെ ആദർശ പ്രചാരണം, അതിന്റെ പ്രാധാന്യം, അതിന്റെ വാർഷികം, ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് നടക്കുന്നത്. സത്താർ പന്തല്ലൂരിന്റെ ഈ പ്രസംഗത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിപാദിക്കപ്പെടുന്ന എതിർ കക്ഷികൾ അല്ലെങ്കിൽ അവര് കൈകാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ അല്ലെങ്കിൽ പ്രതിരോധിക്കണം എന്ന് വിചാരിക്കുന്നവർ ഇസ്ലാമിന് പുറത്തുള്ള ഏതെങ്കിലും വിഭാഗമേ അല്ല എന്ന് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മളിനി ബാക്കി കേൾക്കാൻ. അപ്പോൾ ഈ മാർഗഭ്രംശം ഇതൊക്കെ പറയുമ്പോഴും സമസ്ത എന്ന് പറയുന്നത് അങ്ങേയറ്റം പിന്തിരിപ്പനായ, പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുമ്പോൾ കച്ചറയുണ്ടാക്കുന്ന, തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന സ്ത്രീവിരുദ്ധത പറയുന്ന, പ്യുവർ ഇസ്ലാമിന്റെ ഏകദേശ വിശ്വാസമൊക്കെ ഉള്ളിൽ പേറുന്ന, സ്ത്രീവിരുദ്ധത പ്രത്യേകിച്ച് പച്ചക്ക് പറയുന്ന ഒരു വിഭാഗം തന്നെയാണ്. അതിലൊന്നും തർക്കമില്ല. ഞാൻ പറയുന്നത് താരതമ്യേന, തമ്മിൽ ഭേദം എന്ന അർത്ഥത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതര മതസ്ഥരോടുള്ള സമീപനം, അവരോടുള്ള സഹവർത്തിത്വം, സ്നേഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ താരതമ്യേന ഭേദം കേരളത്തിലെ EK വിഭാഗം സുന്നികളാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെതായാലും ഇന്ത്യയുടെ പൊതുവിലുള്ളതുമായിട്ടുള്ള സംസ്കാരങ്ങളോട് ഇഴകിച്ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് പരമ്പരാഗത സുന്നികൾ എന്ന് നമ്മൾ നമ്മളൊക്കെ പറയാറുള്ള EK വിഭാഗം സുന്നികൾ. അത് മാത്രം പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ദഹിച്ചോളണം എന്നില്ല, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ ഇത് പറയേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സത്താർ പന്തല്ലൂരിനെ കേൾക്കാം. നമ്മുടെ യുവജനങ്ങളെ കർമ്മശേഷിയെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് പല താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യാനും വിനിയോഗിക്കാനും ഒക്കെ ശ്രമങ്ങൾ നടന്നപ്പോഴൊക്കെ SKSF യഥാസമയത്ത് ഇടപെടാനും SKSF പറഞ്ഞതാണ് ശരിയെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെടാനും സാധിക്കുന്ന വിധത്തിലുള്ള ശക്തമായ ഇടപെടലുകളും മുന്നേറ്റങ്ങളുമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ സംഘടന നിർവഹിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതത്തിനകത്തു തന്നെയുള്ള ഇസ്ലാമിക ആശയാദർശങ്ങൾ തന്നെ പറയുന്ന ചില സംഘടനയെ കുറിച്ചാണ് സത്താർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലം. വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നു, വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മതസമുദായങ്ങൾക്കിടയിൽ പരസ്പരം തമ്മിലടിപ്പിക്കാനും പരസ്പരം വിദ്വേഷം വളർത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അവിടെ ഒരു മതവിഭാഗത്തിന്റെ മതസംഘടനയുടെ, പ്രത്യേകിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നേതൃത്വം കൊടുക്കുന്ന സംഘടനാ പ്രവർത്തകർ എന്ന രീതിയിൽ വളരെ കരുതലോടുകൂടിയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നാം സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് എന്ന്, ദീനീ പ്രബോധനം നടത്തേണ്ടതെന്ന് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും വളരെ കൃത്യമായി നമുക്ക് മുമ്പിൽ പറയുകയോ ഉപദേശിക്കുകയോ എഴുതുകയോ മാത്രമല്ല ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിനെതിരെ ഫാഷിസ്റ്റ് വർഗീയവാദികൾ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ ആ ഫാഷിസത്തെ എങ്ങനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത്, അതിനെങ്ങനെയാണ് ചെറുപ്പക്കാർ അഭിമുഖീകരിക്കേണ്ടത്, വിദ്യാർത്ഥികൾ അതിനെതിരെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ഈ സംഘടന പലപ്പോഴും ഈ സമുദായത്തിൽ പറഞ്ഞതാണ്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തീവ്രമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് തീവ്രവാദ പ്രവണതകളുമായി സമുദായത്തിൽ പല ആളുകളും കടന്നു വന്നപ്പോ അത് അപകടകരമാണ്, അത് വിനാശകരമായ മാർഗമാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും നമ്മുടെ സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ട്. ഇതാരെക്കുറിച്ചായിരുന്നു? ഇപ്പൊ ഏകദേശം ഒരു ധാരണയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഇവിടെ സത്താർ പന്തല്ലൂർ പറയുന്നത് അത്രയും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതര മതസ്ഥരുമായിട്ട് ചേർന്ന് ജീവിക്കേണ്ടതിന്റെ, അവരോട് എങ്ങനെയാണ് സഹകരിച്ചും സഹവർത്തിത്വത്തിലും മത അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന് ജീവിക്കാൻ കഴിയേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള പരമ്പരാഗതമായ, നമ്മൾ ഒരു കാലത്ത് പറഞ്ഞു കേട്ടിരുന്നല്ലോ, ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാര് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ അവർ പള്ളികൾക്ക് സ്ഥലം കൊടുക്കുകയും അവരുടെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു പാരമ്പര്യം. അത്രയും സഹവർത്തിത്വത്തോടുകൂടി അമ്പലങ്ങളുടെ പരിപാടികളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും അങ്ങോട്ടുകൂടി സഹകരിക്കുകയും പള്ളികളുടെ നേർച്ചകളുമായി ബന്ധപ്പെട്ട് ഇതര മതസ്ഥർ സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്ന, നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു 25-30 കൊല്ലം പുറകിലോട്ട് പോയാലുള്ള കേരളത്തിന്റെ ഒരു പൊതു ചിത്രം. അതിനും അപവാദങ്ങൾ ഉണ്ടായിരിക്കാം, അതല്ല ഞാൻ പറയുന്നത്. ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് അതായിരുന്നു. പരസ്പരം സഹകരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും പെരുന്നാളിനും ഓണത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുത്തും പങ്കുവെച്ചും വിരുന്നുപോയും ഒക്കെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങളുമായി മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് ചില
വാദങ്ങളുമായിട്ട് ചിലർ ഉരുത്തിരിഞ്ഞു വന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടന സമസ്ത EK വിഭാഗമാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കമില്ല. പറയാതിരിക്കേണ്ട കാര്യം ഇല്ല. അത് ഒരുപക്ഷെ അവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നത് കൊണ്ടോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്നിരുന്നത് കൊണ്ടോ ഒക്കെ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് സമ്മതിക്കാമെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ PDP പോലെയുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള NDF പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര സംഘങ്ങൾ പോലെയുള്ള സംഘങ്ങൾ വന്നപ്പം മുസ്ലിം യുവാക്കളെ മതം പറഞ്ഞ് മതതീവ്രത പറഞ്ഞ് വർഗീയവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഒക്കെ ആളുകളെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സംഘടന കേരളത്തിലെ സമസ്തകൾ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അത് നമ്മൾ കേൾക്കേണ്ടതാണ്. അത് സത്താർ അതേ പ്രസംഗത്തിൽ പറഞ്ഞതായതുകൊണ്ട് നമ്മൾ ഒന്ന് കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി കേൾക്കാം. പലപ്പോഴും നമ്മുടെ സമുദായത്തിനകത്ത് ആത്മീയമായ ചൂഷണത്തിനു വേണ്ടി പല മുഖമൂടികൾ ധരിച്ചുകൊണ്ട് പല ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. വ്യാജസിദ്ധന്മാർ കടന്നു വന്നിട്ടുണ്ട്, ആത്മീയ ചൂഷകന്മാർ കടന്നു വന്നിട്ടുണ്ട്, വ്യാജ ത്വരീക്കത്തുകൾ കടന്നു വന്നിട്ടുണ്ട്. പല വേഷം ധരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ പല ആളുകളും കടന്നു വന്നപ്പോ അവിടെയെല്ലാം ജീർണതക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന സംഘടന SKSF ആണ്. ആ ജീർണതക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ മാത്രം ഒതുങ്ങാതെ പിന്നിട്ട കാലങ്ങളിലെല്ലാം സമാനമായ മുഖമൂടികൾ ധരിച്ചുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം എടുത്തു ചാടി അതിനെക്കുറിച്ച് കൃത്യമായി സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവിടെ മുഖംമൂടി പിച്ചു ചീന്താനും മുന്നോട്ട് വന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. അപ്പൊ രണ്ട് എയിമാണ് ഇവിടെ നമ്മൾ കണ്ടത്. രണ്ട് കൂട്ടരെയാണ് ഇവിടെ സത്താർ തന്റെ പ്രസംഗത്തിലൂടെ പ്രഭാഷണത്തിലൂടെ ഉന്നം വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇവിടുത്തെ സമാധാനപ്രിയരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ എല്ലാവരോടും സഹകരിച്ച് സ്നേഹത്തോടെ ജീവിച്ചു പോകുന്ന സമൂഹത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, മതതീവ്രവാദം വളർത്താൻ, തീവ്ര ആശയം ആളുകളിൽ കുത്തിനിറക്കാൻ വന്ന തീവ്രവാദ സംഘങ്ങൾ, വഹാബി പ്രസ്ഥാനങ്ങൾ, പുത്തനാശയക്കാർ എന്ന് ഇവർ വിളിക്കാറുള്ള ആളുകൾ, അത്തരം ആളുകളിൽ നിന്നുള്ള അകലം. അതിനൊപ്പം ആത്മീയ ചൂഷണം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയാം. നമ്മൾ ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ AP വിഭാഗം സുന്നികൾ എന്ന് നമ്മളിപ്പോൾ പറയുന്ന AP നമ്മുടെ CM വലിയുള്ളാഹിന്റെയും AP അബൂബക്കർ മുസ്ലിയാരുടെയും ആളുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ തരത്തിലുള്ള ആത്മീയ ചൂഷണവും തട്ടിപ്പുമായിട്ട് നടക്കുന്ന മറ്റൊരു വിഭാഗവും, അവർക്കിടയിലും മത തീവ്രവാദവും സംഘടനാപരമായിട്ടുള്ള തീവ്രവാദവും വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പല സംഭവങ്ങളും അതിന് തെളിവായിട്ട് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അപ്പൊ രണ്ടാളുകളെ സത്താർ പന്തല്ലൂർ ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. രണ്ട് കൂട്ടം മനുഷ്യരെ കുറിച്ച് സത്താർ പന്തല്ലൂർ പറഞ്ഞു കഴിഞ്ഞു. കുറച്ചുകൂടി കേൾക്കണം. സത്താർ പന്തല്ലൂരിന്റെ ആ പ്രസംഗം, അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തെ പൂർണ്ണമായിട്ട് അപലപിക്കുമ്പോഴും അതിനെതിരെ മുസ്ലിം സമൂഹത്തിൽ നിന്നെന്ന പേരിൽ, സമസ്തയുടെ ആശയം എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ കേസുമായിട്ട് സമസ്തയുടെ നേതാക്കൾ വരുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിടുവായത്തരമാണ്, പറയാൻ പാടില്ലാത്തതാണ്. അതിന്റെ മതപരമായ കാരണം ഞാൻ പറഞ്ഞു, അതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അത് പിന്നെ അതിനർഹമായ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കും വേണം. പക്ഷെ ഈ ഗ്യാപ്പിലൂടെ നല്ല പിള്ള ചമഞ്ഞ് ചില സമസ്തയുടെ വേറെ ചില മുഖങ്ങൾ പൊങ്ങി വന്ന് ഇതൊന്നും ഞങ്ങളുടെ ദീനല്ല, ഇതൊന്നും ഞങ്ങളുടെ രീതിയല്ല, ഇതൊന്നും ഞങ്ങളുടെ സമസ്തയല്ല, സത്താർ പ്രശ്നക്കാരനാണ്, സത്താർ തീവ്രവാദം പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നവരുടെ ഉദ്ദേശശുദ്ധിയും മുഖം മൂടിയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിലേക്കാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, സമുദായത്തെ പല രീതിയിൽ വഴിതെറ്റിക്കാൻ വേണ്ടി പല ആളുകളും കടന്നു വന്നപ്പോഴെല്ലാം SKSF യഥാസമയത്ത് ഇടപെട്ടു. പക്ഷേ ഇടപെട്ട് തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം ഏത് സംഭവങ്ങളും ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഇടപെട്ട് തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം SKSF അതിൽ ഇടപെടേണ്ടതില്ല, നിങ്ങൾക്ക് അല്പം വികാരം കൂടുതലാണ്, നിങ്ങൾ എന്താൽ വാലുള്ള സമയത്ത്, തലയുള്ള സമയത്ത് ഇടപെടേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും ഈ പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞതും ഇപ്പൊ ഉന്നം വെച്ചതും മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ്. സമസ്തയുടെ പല സംഘങ്ങളുടെയും പല സ്ഥാനമാനങ്ങളും അലങ്കരിച്ചു കൊണ്ടിരിക്കുകയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ വഹാബി ആശയത്തെ പിന്തുണക്കുകയോ പിന്താങ്ങുകയോ വഹാബി ആശയക്കാരായിട്ട് സമസ്തയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയോ സമസ്തയുടെ നിലപാടിനെ മറികടക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെയാണ് ഇപ്പോൾ ഇവിടെ സത്താർ പന്തല്ലൂർ ഉന്നം വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞ തലയിരിക്കുമ്പം ബാലാടണ്ട എന്ന പ്രസ്താവന സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഒരിക്കൽ സമസ്തയുടെ ഈ SKSF-ന്റെ നേതാക്കൾക്കെതിരെ ഉണ്ടായതാണ്. അപ്പൊ ഇതിനകത്തുള്ള രാഷ്ട്രീയം, കൃത്യമായ മത തീവ്രവാദത്തിന്റെ എലമെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരേ സമയത്ത് ഇവിടെയുള്ള മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര നിലപാടുള്ളവർ സഹോദര സമുദായങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെയും പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല, ഇത് എന്താ പറയുക, ഡോക്ടറെ കാണുമ്പോൾ സ്ത്രീയെ കാണണം എന്ന് പറയുന്ന, അമ്പലത്തിന് പിരിവിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പച്ചക്ക് തീവ്രതയും വർഗീയതയും മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും വളർത്തുന്ന തരത്തിലുള്ള ആശയം പ്രചരിപ്പിക്കുന്ന വഹാബി
ആശയത്തിന്റെ പ്രചാരകര് അതേ വഹാബി ആശയം സിംസാറുൽ ഹക്കിനെ പോലെയും അലിയാർ ഖാസിമിയെ പോലെയൊക്കെ സുന്നി വേഷം കെട്ടി സുന്നി പള്ളികളിൽ പണിയെടുത്ത് സുന്നി വീടുകളിൽ നിന്ന് ചെലവും കഴിച്ച് വഹാബി തീവ്രവാദത്തിന്റെ ആശയങ്ങൾ മുസ്ലിം യുവാക്കളിൽ കുത്തി നടക്കുന്ന അലിയാർ ഖാസിമി, സിംസാറുൽ ഹക്ക്, കബീർ ബാക്കവി, നൌഷാദ് ബാക്കവി തുടങ്ങിയ ഒരു കൂട്ടം മനുഷ്യർ, അവരെയൊക്കെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രസ്താവന, അതിനെ പിന്തുണക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ വഹാബിസവുമായി ലയിപ്പിക്കാനുള്ള മുജാഹിദ്, വഹാബി, മുസ്ലിം ലീഗ് ആ ഒരു ആശയത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള പരമ്പരാഗത സുന്നി വിഭാഗത്തിന്റെ ആശയങ്ങളെ അതിനകത്തേക്ക് താഴ്ത്തി വെക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള പ്രതിരോധം. ഇത്രയും ഭാഗങ്ങൾ സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗത്തിൽ വളരെ ക്ലിയറാണ്. അതിനിടയിൽ സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള അത്യാവശ്യം സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ആളുകളെ തഴയുന്ന പല പരിപാടികളും സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സമസ്തയിലുള്ള ഒരു വിഭാഗം മനുഷ്യർ തീവ്ര സലഫി വഹാബി ആശയങ്ങളോട് മുസ്ലിം ലീഗ് കൂടുതൽ ഇഴകിച്ചേരാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി സെക്യുലർ ആയിട്ട് ചിന്തിക്കണം, ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഒരു ഇത്തിരി ഇടതുപക്ഷത്തിന്റെ അസ്ക്യത സമസ്തയിൽ കാണിച്ചു വരുന്നത്. അപ്പൊ ഈ രണ്ട് ഉൾപ്പിരിവുകൾ ഇതിനകത്ത് വളരെ പ്രകടമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം സത്താർ പന്തല്ലൂരിനെതിരെ കേസ് കൊടുക്കുന്ന മുൻകാല SKSSF SYSന്റെ ഒക്കെ പ്രവർത്തകന്റെ പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്താൻ. നമുക്കറിയാം, നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരിക്കണം, അവരുമായി എത്രത്തോളം ആത്മാർത്ഥമായ സഹവർത്തിത്വം ഉണ്ടാകണമെന്ന് ഈ സമുദായത്തിൽ പഠിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ കലർപ്പില്ലാത്ത യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വളർത്തിക്കൊണ്ടുവന്നതും പഠിപ്പിച്ചു കൊടുത്തതും നമ്മുടെ പാരമ്പര്യത്തിന്റെ വഴികളിലൂടെ കടന്നു വന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരാണ്. അതിന്റെ സംഘടിത രൂപമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇനി നമുക്ക് കേട്ടുപോകാം. പ്രസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബിദഈ പ്രസ്ഥാനങ്ങളോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ കൃത്യമായ ഒരു അകലം പാലിക്കണമെന്ന് ഈ സമുദായത്തോട് ആഹ്വാനം ചെയ്തത് മുസ്ലിം സമുദായത്തിൽ അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സമുദായത്തിൽ സങ്കുചിതമായ കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ കാല EK നേതാവിനോട് ചോദിക്കുക, സുന്നി നേതാവിനോട് ചോദിക്കുക, എത്ര കാലമായി നിങ്ങൾ ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ, ക്രിസ്മസിന്റെ കേക്ക് കഴിക്കാൻ പാടുണ്ടോ, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടുണ്ടോ തുടങ്ങിയിട്ടുള്ള ഇതര മതസ്ഥരുമായിട്ട് സഹകരിക്കാൻ പാടുണ്ടോ, അവരുടെ വിരുന്നിൽ പോകാൻ പാടുണ്ടോ, അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്ന ചർച്ച കേരളത്തിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു EK സുന്നി മൂല്യാരോട് പോയി ചോദിക്കാം. ഒരു 20 കൊല്ലം, ഒളിഞ്ഞും തെളിഞ്ഞും 20 or 25 കൊല്ലം, അല്ലെങ്കിൽ 20 കൊല്ലം പരസ്യമായിട്ട് ഈ തരം വൃത്തികെട്ട ചർച്ചകൾ കേരളത്തിൽ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് പരമാവധി പോയാൽ 15 കൊല്ലം. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഈ മാറ്റത്തെയാണ് സത്താർ പന്തല്ലൂർ ഇവിടെ വളരെ കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അപകടകരമായ ആശയമാണ് ഈ ബിദഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ താങ്ങാനും ഇവരെ തലയിലേറ്റാനും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ പൊതുവായി വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, ബിദഈ പ്രസ്ഥാനങ്ങളുമായി ഒരു നിശ്ചിത അകലം പാലിക്കണമെന്ന് ഈ സമുദായത്തോട് നിരന്തരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഹ്വാനം ചെയ്തു. പക്ഷെ കുറച്ചു കാലമായിട്ട് നമ്മുടെ ഈ പരമ്പരാഗത സുന്നി ആശയധാരയിൽ വഹാബി ആശയത്തിന്റെ കലർപ്പുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സിംസാറുൽ ഹക്കിനെ പോലെയുള്ളവർ സുന്നി വേഷം കെട്ടി, EK സുന്നികളുടെ വേഷം കെട്ടി മൗലൂദ് ഓതി, ഹദ്ദാദു റാത്തീബ് ഓതിയിട്ട് തീവ്രവാദം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് പള്ളി മെമ്പറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെതിരെ സമസ്തയിൽ പ്രത്യേകിച്ച് SKSSFന്റെ ഭാഗത്തു നിന്ന് പ്രതിരോധമുണ്ട്, വിമർശനമുണ്ട്. അലിയാർ ഖാസിമിക്കെതിരെ പ്രതിഷേധമുണ്ട്, വിമർശനമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് കൂടി ദുർബലപ്പെട്ടതോടുകൂടി ആ ആശയധാരയിൽ ഉണ്ടായിരുന്നവരെ കൂടി ഉൾച്ചേർക്കാൻ മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ മുസ്ലിം ലീഗിനോട് ചേർത്ത് നിർത്താൻ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. വഹാബിസം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം ലീഗിന്റെ പിതൃത്വം ഏറ്റെടുത്ത് ഞങ്ങളാണ് മുസ്ലിം ലീഗിന് അടിത്തറ പാകിയത് എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ കാര്യങ്ങളെ വായിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ധീരമായ കാഴ്ചപ്പാട് ഈ സമുദായത്തിൽ അക്കാലത്ത് പറയുകയും ഇന്നും അത് ആവർത്തിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം ആഗോളതലത്തിൽ മുസ്ലിം സമുദായത്തെ അപമാനിതമാക്കിയിട്ടുള്ള വിവിധ അക്രമങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഐസിസ് പോലെയുള്ള സംഘടനകൾ ലോകത്ത് കടന്നു വന്നു. നിങ്ങൾക്കറിയാം, പല ഒരു പത്രങ്ങളിലൂടെയും മറ്റും നമ്മൾ വായിച്ചതാണ്. ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രൊഡക്റ്റുകളായ അത്തരം സംഘടനകൾ കടന്നു വന്നു. ആ സംഘടനകളെ കുറിച്ച് ആഗോളതലത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ പഠനം നടത്തി. അവർ പറഞ്ഞു, ഈ ഐസിസ് പോലെയുള്ള ഭീകര സംഘടനയുടെ പിന്നിൽ ഇവർക്ക് ആശയപരമായ പ്രചോദനം നൽകിയത് വഹാബിസം പോലെയുള്ള അപകടകരമായ സംഘടനകളാണ്. ആ വഹാബിസം പോലെയുള്ള സംഘടനകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആശയമാണ് ഐസിസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് അവരുടെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, ആഗോളതലത്തിലുള്ള അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞു. അപ്പൊ വഹാബിസം എന്ന
ആഗോള ഭീകര സംഘത്തെക്കുറിച്ച്, ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായി സത്താർ പന്തല്ലൂർ അതിൽ പ്രസ്താവന നടത്തുന്നു. അവരുമായിട്ട് അകന്നു നിൽക്കേണ്ടതിന്റെ അത്യാവശ്യം പറയുന്നു. അവരെ മുസ്ലിം സംഘടനാ നേതൃത്വം, പ്രത്യേകിച്ച് സമസ്ത കേരളയുടെ വിഭാഗം നേതൃത്വം എങ്ങനെയാണ് അവരെ പ്രതിരോധിച്ചത്, എങ്ങനെയാണ് അവരോട് അകലം പാലിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്നു. അവരുടെ ആശയധാരകൾ സുന്നി ആശയത്തിലേക്ക് കലർന്നു വരുന്നതിനെ കുറിച്ച്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരം ആശയധാരയോട് ചേർന്ന് നിൽക്കാൻ വെമ്പൽ കൊള്ളുന്നതിനെ കുറിച്ചൊക്കെ സത്താർ പന്തല്ലൂര് വളരെ കൃത്യമായിട്ട് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വീഡിയോ നമ്മളിവിടെ കേൾപ്പിക്കാൻ കാരണം സത്താർ പന്തല്ലൂർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ എന്തുകൊണ്ടാണ് സമസ്തയുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാള് ചാടിപ്പടഞ്ഞ് കേസ് കൊടുക്കാൻ പോയത് എന്നതിന്റെ ലോജിക്കിലേക്കാണ് നമ്മൾ പറഞ്ഞു കയറിപ്പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ അപകടകരമായ ആശയങ്ങൾ തലയിലേറ്റി നടക്കുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാനും അവരെ ചേർത്ത് പിടിക്കാനും അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കാൻ സമസ്ത കേരള ജംഇയ്യത്ത് മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ഈ വൃത്തികെട്ട ഭാണ്ഡം പേരേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ലേ? ഇവിടുന്ന് പോലും ഐസിസിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? പോയില്ലേ? ആരാണ് ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്ത് പോയത്? കൃത്യമായി വഹാബി ആശയമുള്ളവർ, തീവ്രവാദ ആശയമുള്ളവർ. ഒരു ഇ.കെ. സുന്നി നേതാവും അല്ലെങ്കിൽ ഒരു ഇ.കെ. സുന്നി പ്രവർത്തകനും പോയിട്ടില്ല. ഇത് കൃത്യമായ കണക്കാണ്. ഇത് കാലങ്ങളായിട്ട് ഇവിടുത്തെ സുന്നി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വാളെടുത്ത് തുള്ളുന്നത് കേവലം മതസൗഹാർദ്ദ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവരും മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പറയുന്നവരും മാത്രമല്ല, മുസ്ലിം വിരുദ്ധർ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിനകത്തുനിന്ന് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അതിന്റെ കൗതുകം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയുടെ പൂർണ്ണരൂപം കേൾക്കാൻ പോയത്. അതുകൊണ്ടാണ് അത് നിങ്ങളെ കൂടി കേൾപ്പിക്കണം എന്ന് നമ്മൾ മനസ്സിലായത്. കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ നാട്ടിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായില്ലേ? ആ ക്ലാസ് കേട്ടുകൊണ്ട് കേരളത്തിൽ ഹിജറ പോകുന്ന ആളുകൾ ഉണ്ടായില്ലേ? നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഈ മുന്നറിയിപ്പ് സമുദായത്തിന് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരെല്ലാം തലയിലേറ്റേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് സങ്കുചിത വീക്ഷണമല്ല, ബഹുസ്വരതയ്ക്കെതിരായ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, മുസ്ലിങ്ങളെ വിശ്വാസപരമായി കർമ്മപരമായി ബാധിക്കുന്ന ഈ അപകടകരമായ ആശയങ്ങളെ ഈ സമുദായം അകറ്റി നിർത്തണമെന്ന താല്പര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ, തീരുമാനങ്ങളിലൂടെ ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ നിലപാടെടുക്കുന്ന നേതൃത്വം സമസ്തയിലുണ്ട്. ഈ തീവ്രവാദ ആശയമുള്ളവരുമായിട്ട് മുസ്ലിം ലീഗ് ലയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും അവരെ സഹകരിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇവരെ കൂടി സമന്വയിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനോട് വിയോജിപ്പുള്ള നേതൃത്വം സമസ്തയുടെ നേതൃത്വത്തിലുണ്ട്. വഹാബിസം പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അപകടകരമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സമസ്തയുമായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുള്ള പ്രതിഷേധം ഉയർത്തുന്ന അത്തരം ശബ്ദമുള്ള ആളുകൾ സമസ്തയ്ക്കകത്തുണ്ട്. അത്തരം നേതൃത്വത്തെ അപമാനിക്കാനും അവരെ ആക്രമിക്കാനും അവരെ ഇകഴ്ത്താനും അവരെ ഒറ്റപ്പെടുത്താനും വരുന്നവർക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലക്കാണ് സത്താർ പന്തല്ലൂർ ആ കൈവെട്ട് പരാമർശം നടത്തുന്നത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. കൈവെട്ട് പരാമർശം നടത്താനുള്ള മതപരമായ മാനസികാവസ്ഥ ഉണ്ടായി വരുന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ശരി തെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിനെ പ്രതിരോധിക്കാനും സത്താറിനെ തീവ്രവാദിയാക്കിയിട്ട് ബാക്കിയെല്ലാം അടച്ചു വെക്കാനും ശ്രമിക്കുന്ന, സത്താറിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ ഓടിപ്പടഞ്ഞു വരുന്നതിന്റെ ചേതോവികാരം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോ ഉപകരിക്കും എന്നാണ് ഞാൻ പറയാം. അതുകൊണ്ട് ഇനി നമുക്ക് സത്താർ പന്തല്ലൂരിന്റെ ആ പ്രസ്താവന ഒന്നുകൂടി കേൾക്കാം. നാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടിയിട്ടാണ് കർമ്മരംഗത്തിറങ്ങിയിട്ടുള്ളത്. നാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുശാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം. കേൾക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്ക് ആവശ്യമില്ല, അവരെ എസ്കെഎസ്എഫിനും ആവശ്യമില്ല. കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 അംഗ മുശാവറ ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇജ്മാഅാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അതനുസരിച്ചുകൊണ്ട് തന്നെ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇതൊക്കെ നമ്മൾ ഇനി വെറുതെ കേൾക്കുക. ഇനി നമ്മൾ പഴയ ആഹ്വാനം കൂടി കേൾക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൊച്ചാക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആര് മുന്നോട്ട് വന്നാലും അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ എസ്കെഎസ്എഫിന് ഇന്നും ശക്തിയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് ജഗതി പറഞ്ഞതുപോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് തോന്നിയാലും സംശയിക്കേണ്ട, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ്. നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല, നാം ആർക്ക് മുന്നിലും വഴി തടസ്സം ഉണ്ടാക്കാൻ പോകുന്നില്ല, നാം ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല. ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയാദർശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം. ആരുടെയും മുമ്പിൽ വഴി തടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല. ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല. ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കേൾക്കാം.
ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം, ഞങ്ങൾക്ക് സാധിക്കും. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഒരു സംവിധാനത്തെക്കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ്കെഎസ്എഫും തെറ്റാണെന്ന് പറയും, സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ്കെഎസ്എഫും ശരിയാണെന്ന് പറയും. പക്ഷേ അപ്പൊ ഇതിനെതിരെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി, മുസ്ലിം ലീഗ്, വഹാബിസം എന്ന് പറയുന്ന മുജാഹിദ് ലൈനത്തിന്റെ തടസ്സമായി നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ സമസ്തയ്ക്കകത്തുള്ള ശരാശരി മുസ്ലിമിന്റെ അകത്തേക്ക് കടന്നു കയറിയിട്ടില്ലാത്ത വർഗീയത കുത്തി നിറക്കാൻ വേണ്ടി വഹാബി ആശയം സുന്നി വേഷം കെട്ടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉസ്താദുമാരുടെയൊക്കെ അസ്വസ്ഥതകൾക്ക് ഉള്ള മറുപടിയായിട്ടാണ് ഈ പ്രസംഗം വന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും. കാരണം നോക്കൂ, ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ശരാശരി മുസ്ലിമിന്റെ ഒരു പൊതു സെക്യുലർ മനസ്സ് ഉൾച്ചേർന്നിട്ടുള്ള ഒരു മുസ്ലിമിന്റെ അവരുടെ ആശയപരമായ ഒരു പ്രതിസന്ധിയുടെ നേരെ ആ ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു സംസാരമാണ്. ഈ പ്രസംഗം ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംഘത്തിന് നേരെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് നമ്മൾ ചെയ്യുന്ന അബദ്ധമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സത്താർ പന്തല്ലൂരിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൈവെട്ടിനോട് ഉപമിച്ച് സത്താർ പന്തല്ലൂരിനെ കൂടി തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് അത് പറയണം എന്ന് എനിക്ക് തോന്നിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഞങ്ങൾക്കാരോടും കടപ്പാടില്ല, ഞങ്ങൾക്കാരോടും കടപ്പാടില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കടപ്പാടേ ഉള്ളൂ, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. ഈ പ്രസ്ഥാനങ്ങളോട് വിട്ടുവീഴ്ചയ്ക്ക് ഈ പ്രസ്ഥാനമില്ല, തീവ്രവാദ സംഘടനകളോട് വിട്ടുവീഴ്ചയ്ക്ക് ഈ പ്രസ്ഥാനമില്ല, വിഘടിത സംഘടനകളോട് വിട്ടുവീഴ്ചയ്ക്ക് ഈ പ്രസ്ഥാനമില്ല. ഈ പ്രസ്ഥാനം ഒരേ ഒരാളുടെ മുമ്പിൽ മാത്രമേ വിട്ടുവീഴ്ച നടത്തൂ. ആ വിട്ടുവീഴ്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറക്ക് മുമ്പിൽ മാത്രമാണ്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹത്തിന്റെ കൈവെട്ട് പരാമർശം എങ്ങനെയാണ് ഒരു മത നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള മതപരമായ പശ്ചാത്തലവും മാനസികാവസ്ഥയും ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സത്താർ പന്തല്ലൂരിനെതിരെ പരാതിയുമായിട്ട് സമസ്തയുടെ തന്നെ നേതാവ് രംഗത്ത് വരുമ്പോൾ അതിന്റെ രാപ്പനി അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് മാത്രമാണ് സത്താർ പന്തല്ലൂരിന്റെ പൂർണ്ണ വീഡിയോ കേൾക്കുന്നതും പരിശോധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ജാഥ നടന്നിട്ട് അതിലെ കുട്ടികളെ കൊണ്ട് അതിഭീകരമായ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അതിനെതിരെ പരാതിയുമായിട്ട് സമസ്തയിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആരെങ്കിലും വന്നായിട്ട് നമ്മൾ കണ്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു, അവിടെ ഒന്നും പരാതിയായിട്ട് വരാതെ മിണ്ടാതിരിക്കുന്ന സമസ്തയുടെ ആൾക്കാർ സത്താർ പന്തല്ലൂരിനെതിരെ കലാബാഹുവാനത്തിന് പരാതി കൊടുക്കാൻ രംഗത്ത് വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള മൂള നമുക്കില്ലാതെ പോയാൽ നമ്മൾ ഇവരെ പോലെയൊക്കെ തന്നെ ആയിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളെ കേൾപ്പിച്ചത്. ഇതുകൊണ്ട് സത്താർ പന്തല്ലൂർ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാം പത്തരമാറ്റാണെന്നോ, സമസ്ത അല്ലെങ്കിൽ ഇവർ ഈ മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിനെയും ഒക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സമസ്ത വിഭാഗം എല്ലാം തികഞ്ഞവരാണെന്നോ, ആ ആശയം പെർഫെക്റ്റ് ആണ് എന്ന വാദമല്ല ഉന്നയിക്കുന്നത്. പക്ഷെ ഇത്തരം വാദങ്ങളുടെ ചുവട് പിടിച്ച് ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൈവെട്ട് പ്രതിയെയും സത്താർ പന്തല്ലൂരിനെയും സമീകരിക്കുന്നതിലുള്ള സാമൂഹികമായ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇത്തരം എന്താ പറയുക, ഈ പ്രാകൃതമായിട്ടുള്ള വാദങ്ങൾ, കൈവെട്ടും കലവെട്ടും ആളെ കൊല്ലും കത്തിക്കും എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന രാഷ്ട്രീയക്കാരും മതനേതൃത്വവും ഒക്കെ അവരുടെ തീവ്ര മനോഭാവം, അവരുടെ പ്രാകൃത മനോഭാവം നിരന്തരമായിട്ട് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അപലപിക്കേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. ഇത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്, ഇതിലൊന്നും സംശയമില്ല. പക്ഷേ ഇയാളെയൊക്കെ തീവ്രവാദിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുടെ ചേതോവികാരവും അവരുടെ ഒരു മനോനിലയും കൊണ്ട് ഇതൊന്ന് കേൾപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അത്രയേ ഉള്ളൂ.